വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മട്ടരി ഞാൻ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെള്ളമെല്ലാം ഊറ്റിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത്ര ഫൈനായിട്ടൊന്നും വേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകവും ഒരു മുറി തേങ്ങ ചിരവിയതും ചേർത്ത് നന്നായി കുഴച്ച ശേഷം ഒരു അപ്പച്ചെമ്പിൽ ചെറിയ ബോൾസായിട്ട് നമ്മളിത് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി പുഴുങ്ങിയ ശേഷം ഇത് 2 രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് ശർക്കര പാനി ഉരുക്കിയത് ചേർത്ത് അതൊഴിച്ചിട്ട് കഴിക്കാനും പറ്റും. പിന്നെ നമുക്ക് കുറച്ച് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, കുറച്ച് ഉണക്കമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അങ്ങനെ കഴിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 1-2 ഐറ്റം വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഞങ്ങളിതിനെ കൊഴുക്കട്ട എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.